അൾട്രാസൗണ്ടിൽ കുട്ടിയുടെ കഴുത്തിൽ പൊക്കിൾക്കൊടി ചുറ്റിയിട്ടുണ്ട്. അത് പ്രശ്നമാണോ? കോഡ് ഷോർട്ട് ആവുന്നതോ കോഡ് ചുറ്റിയത് കൊണ്ട് മാത്രം സിസേറിയൻ ആവുന്നതോ വളരെ അപൂർവമാണ്. ദേഹം ദേവാലയം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ദീപ്തി, തൃശൂർ സൺ മെഡിക്കൽ സെന്ററിൽ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. എല്ലാവരും ഞങ്ങളോട് ചോദിക്കും, സ്കാനിങ് ചെയ്താൽ എല്ലാം മനസ്സിലാവില്ലേ? സ്കാനിങ് ആണോ ആബ്സല്യൂട്ട് വേർഡ്? എന്നും സ്കാൻ ചെയ്യണോ? ഇടയ്ക്കിടയ്ക്ക് ചെയ്യണോ? ചില വിദേശ രാജ്യങ്ങളിലൊക്കെ ഗർഭിണി കയറി ചെല്ലുമ്പോൾ തന്നെ സ്കാൻ മെഷീനിൽ ഒന്ന് ഓൺ ചെയ്ത് ഒരു പിക്ചർ എടുത്ത് ഒരു ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടാണ് വിടുന്നത്. ഇതുകൊണ്ട് എന്താണ് ഗുണം? സ്കാനിങ് ഓഫ്കോഴ്സ് ഡോക്ടർമാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപാധി തന്നെയാണ്. ഞങ്ങൾ അതിനെ വിളിക്കുന്നത് ഒബ്സ്ട്രറ്റീഷ്യൻസ് തേർഡ് ഐ എന്നാണ്. അതായത് ഞങ്ങളുടെ മൂന്നാം കണ്ണാണ് അൾട്രാസൗണ്ട്. അപ്പോൾ രണ്ട് കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ എന്ത് മനസ്സിലാക്കി അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസ് ആണ് ഞങ്ങൾ മൂന്നാമത്തേന്ന് കിട്ടുന്നത്. എപ്പോഴൊക്കെയാണ് നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യുന്നത്? പ്രധാനമായ ഒരു ഗർഭിണി ആണെന്ന് പറഞ്ഞു വരുമ്പോൾ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ ഒരു സ്കാൻ ചോദിക്കാറുണ്ട്. അത് മെയിനായിട്ട് ഗർഭപാത്രത്തിന്റെ ഉള്ളിലല്ലേ ട്യൂബിലാണോ എന്നറിയാനാണ്. ഗർഭപാത്രത്തിന്റെ പുറത്തുള്ള ഏത് ഗർഭവും അപകടമാണ്, ജീവൻ അപകടമാണ്. എക്ടോപിക് പ്രഗ്നൻസി അത് റൂൾ ഔട്ട് ചെയ്യലാണ് ആദ്യത്തെ. പിന്നെ ഉള്ളതാണ് 3-ാം മാസത്തിലെ സ്കാൻ. നമ്മൾ അതിനെ NT സ്കാൻ എന്ന് പറയും. 12 മുതൽ 14 ആഴ്ച വരെയുള്ള സ്കാനിൽ കുട്ടിക്ക് ജനിതക വൈകല്യങ്ങൾ ഉണ്ടോ എന്നറിയാൻ ഇപ്പോൾ പറ്റും. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സ്ക്രീനിങ് ആ 3 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നടക്കും. 3-ാം മാസം കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ട ഒരു സ്കാൻ വരുന്നത് 5-ാം മാസത്തിലെ അനോമലി സ്കാൻ ആണ്. അംഗവൈകല്യങ്ങൾ ഉണ്ടോ എന്നറിയാൻ. അതും കൂടി കടന്നാൽ ഒരുവിധം കുട്ടി സേഫ് ആണെന്ന് നമുക്ക് പറയാം. എങ്കിലും 32 ആഴ്ചയിലും ഒക്കെ കണ്ടുപിടിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. 5-ാം മാസം കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്ന സ്കാൻ കുട്ടിയുടെ വളർച്ചാ വ്യതിയാനങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഡേറ്റിന്റെ കാര്യത്തിലാണ് എല്ലാ ഗർഭിണികൾക്കും സംശയം. ഓരോ സ്കാനിങ്ങിൽ ഓരോ ഡേറ്റ് വരും. അതിലെ മെഷർമെന്റ്സ് അനുസരിച്ച് ഡേറ്റ് മാറും. അതനുസരിച്ച് നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റഡ് ഡേറ്റ് മാറ്റില്ല. റെഗുലർ പീരീഡ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ LMP അല്ലെങ്കിൽ ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ് വെച്ചിട്ടാണ് നമ്മൾ EDC കണക്കാക്കുന്നത്. എന്നാൽ റെഗുലർ അല്ലാത്ത ഒരാൾക്ക് അല്ലെങ്കിൽ ഇതിന് 2-3 മാസം കഴിഞ്ഞാണ് അറിയുന്നതെങ്കിൽ ആദ്യത്തെ 3 മാസത്തിൽ ചെയ്ത സ്കാനിങ്ങിലാണ് ഡേറ്റിംഗ് സ്കാൻ. അത് കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും നമ്മൾ പിന്നത്തെ സ്കാൻ നോക്കിയിട്ട് ഗർഭിണികളുടെ ഡേറ്റ് മാറ്റില്ല. പിന്നെ അറിയുന്നത് മുഴുവൻ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സ്കാനിങ് സേഫ് ആണോ? സ്കാനിങ് അൾട്രാസൗണ്ട് വേവ്സ് ആണ്, റേഡിയേഷൻ അല്ല. അതുകൊണ്ട് തന്നെ അൾട്രാസൗണ്ട് ഗർഭിണി കുട്ടിക്ക് സുരക്ഷിതമാണ്. എന്നും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ചില പ്രത്യേക കാര്യങ്ങൾ കാണാൻ നമ്മൾ ചോദിക്കുമ്പം ആ ഒരു ആസ്പെക്റ്റിലാണ്. 100% സ്കാനിങ്ങിൽ കൂടെയാണോ നമ്മൾ വിവരങ്ങൾ അറിയുന്നത്? അല്ല. നിങ്ങൾ ചോദിക്കുന്ന സംശയങ്ങളിൽ നിന്ന്, നിങ്ങളുടെ ലക്ഷണങ്ങളിൽ നിന്ന്, നിങ്ങളെ പരിശോധിക്കുന്നതിൽ നിന്ന്, അതിൻ്റെ കൂടെ ഒരു കൊളാബറേറ്റീവ് എവിഡൻസ് ആയിട്ട് മാത്രമാണ് അൾട്രാസൗണ്ട് നമ്മൾ നോക്കുന്നത്. അൾട്രാസൗണ്ടിൽ കുട്ടിയുടെ കഴുത്തിൽ പൊക്കിൾക്കൊടി ചുറ്റിയിട്ടുണ്ട്. അത് പ്രശ്നമാണോ? അൾട്രാസൗണ്ടിൽ പൊക്കിൾക്കൊടി കണ്ടാലും കണ്ടില്ലെങ്കിലും പ്രസവത്തിന്റെ സമയത്ത് കുട്ടി ഇറങ്ങി വരുമ്പോൾ കുട്ടിയുടെ ഹൃദയമിടിപ്പിന്റെ വ്യതിയാനങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. കോഡ് കണ്ടു എന്നുള്ളത് കൊണ്ട് അപകടമില്ല. എത്രയോ കുട്ടികൾ കോഡ് 1-2 തവണ ചുറ്റിയിട്ടും ഇറങ്ങി വരും. കോഡ് ഷോർട്ട് ആവുന്നതോ കോഡ് ചുറ്റിയത് കൊണ്ട് മാത്രം സിസേറിയൻ ആവുന്നതോ വളരെ അപൂർവമാണ്. പിന്നെ അതിലെ കുട്ടിയുടെ വെള്ളത്തിന്റെ അളവ്, കുട്ടിയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷന്റെ അളവ്, ഇതൊക്കെയാണ് ഞങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അപ്പൊ അൾട്രാസൗണ്ട് നമ്മളെ സഹായിക്കുന്നതാണ്. പക്ഷേ ഒരു സുഖപ്രസവം നടക്കുമോ ഇല്ലയോ എന്നൊക്കെ അറിയേണ്ടത് അൾട്രാസൗണ്ട് വെച്ചിട്ടല്ല, അത് നിങ്ങളുടെ ശരീരഘടന വെച്ചിട്ടാണ്. ബാക്കിയുള്ള ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസും അങ്ങനെ തന്നെയാണ്. ഗർഭിണികൾക്ക് മാത്രം വരുന്ന ഷുഗർ ഉണ്ട്. അത് കഴിയുന്നതും തുടക്കം തൊട്ടേ നമ്മൾ നോക്കുമെങ്കിലും ഒരു 8-ാം മാസം തൊട്ടിട്ടാണ് ഷുഗറും പ്രഷറും ഒക്കെ വരുന്നത്. ഇതെല്ലാം ഗർഭകാലത്ത് മാത്രം വരുന്നതാണ്. ഇതിന്റെ ചികിത്സ കുട്ടി പുറത്തു വരിക എന്നുള്ളതാണ്. കണ്ടാൽ അത് ചികിത്സിക്കണം. കൃത്യസമയത്ത് കുട്ടിയെ പുറത്തെടുക്കണം. കുട്ടി പുറത്തു വന്നതിന് ശേഷം ഈ കാണുന്നതെല്ലാം കുറയുകയും ചെയ്യും.